മെത്തനോയിയ 43-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ക്രിസ്തു യുഗപ്രതീക്ഷ. ലൈഫ് ഓഫ് ക്രൈസ്റ്റ് എന്ന ഗ്രന്ഥത്തിൽ ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജേഷ്യൻ ഇപ്രകാരം എഴുതി: ജനിക്കുന്നതിന് മുമ്പ് സ്വന്തം ജീവചരിത്രം പ്രസിദ്ധപ്പെടുത്തിയ ഏക വ്യക്തി യേശുക്രിസ്തുവാണ്. ദൈവം അയച്ച രക്ഷകനെ തിരിച്ചറിയാനുള്ള മാർഗം വരാനിരിക്കുന്നവനെപ്പറ്റി മുൻകൂട്ടി ദൈവം പറഞ്ഞത് മനസ്സിലാക്കുക എന്നതാണ്. അല്ലെങ്കിൽ താനാണ് രക്ഷകനെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ആർക്കും വന്ന് ജനത്തെ വഴിതെറ്റിക്കാനാകും. സോക്രട്ടീസോ കൺഫ്യൂഷ്യസോ ബുദ്ധനോ നബിയോ ജനിക്കുമെന്നോ അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ ഒരിക്കലും മുൻകൂട്ടി ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ യേശുവിനെ പറ്റി ധാരാളം പ്രവചനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. BC 700-ൽ ഏശയ്യാ പ്രവാചകൻ ക്രിസ്തുവിന്റെ കന്യക ജനനത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ഒരു ദുസ്സഹമായ പീഡാസഹനത്തെയും മരണത്തെയും പറ്റി വിശദമായി പ്രവചിക്കുകയുണ്ടായി. റോമൻ കവിയായ വെർജിൽ BC 40-ൽ ഇപ്രകാരം എഴുതി: ലോകത്തിന് സമാധാനം നൽകാനും പാപങ്ങൾ കഴുകിക്കളയാനും സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെടുന്ന ഒരു ശിശുവിന്റെ ജനനം സംഭവിക്കാനിരിക്കുന്നു. പ്ലേറ്റോ BC 375-ൽ ഇപ്രകാരം പഠിപ്പിച്ചു: അനീതിയുള്ള ലോകത്തിലേക്ക് ഒരു പരിപൂർണ നീതിമാൻ വരുമെന്നും ഒടുവിൽ അദ്ദേഹം ക്രൂശിക്കപ്പെടുമെന്നും. BC 400-ൽ സോക്രട്ടീസ് തന്റെ ശിഷ്യനോട് ഇപ്രകാരം പറഞ്ഞു: ദൈവത്തോട് സഹജീവികളോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്ന ഒരു ദിവ്യ ഗുരുവിന് വേണ്ടി കാത്തിരിക്കുവിൻ. ക്രിസ്തുമതത്തിന് പുറമേ നിന്നുള്ള ഇത്തരം പ്രവചനങ്ങൾ യേശുക്രിസ്തുവിൽ മാത്രമാണ് പൂർത്തിയായത് എന്നതിൽ നിന്ന് ലോകം കാത്തിരുന്ന മാനവരക്ഷകൻ കർത്താവായ ഈശോ മിശിഹാ തന്നെയാണെന്ന് വ്യക്തമാണല്ലോ. ഈശോയുടെ നാമത്തിൽ വിശ്വസിക്കുവാനും രക്ഷ പ്രാപിക്കുവാനും നമുക്ക് ദൈവം കൃപ തരട്ടെ. ആമേൻ. ദൈവത്തിന് സ്തുതി.